Hi all, in this section we will be starting our second module, and the second module topics are you have an introduction, then data types. Data types, they are defined as primitive and user defined and also fundamental. അപ്പോൾ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ വരുന്ന ക്യാരക്ടർ ടൈപ്സ് പിന്നെ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ടൈപ്പ് അറേ ടൈപ്സ് അങ്ങനെ എല്ലാ ഡാറ്റ ടൈപ്സിന് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഫുൾ മോഡ്യൂളിൽ വരുന്നത്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അറേ ടൈപ്സ്, റെക്കോർഡ് ടൈപ്സ്, ലിസ്റ്റ് ടൈപ്പ്, പോയിന്റർ ആൻഡ് റെഫറൻസ്, പിന്നെ ടൈപ്പ് ചെക്കിങ്ങിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡ്യൂൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി വിൽ ഹാവ് എൻ ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഡാറ്റ ടൈപ്പ് എന്താണെന്നാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് കുറേ ഡാറ്റയുടെ കളക്ഷനാണ്, അല്ലെങ്കിൽ ഡാറ്റ ഒബ്ജക്ട്സിൻ്റെ കളക്ഷനാണ്. അപ്പോൾ അവരൊക്കെ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട് നമ്മൾ അവരെ അസൈൻ ചെയ്തിട്ടുണ്ടാവും. നമ്മളല്ല, ആ പ്രോഗ്രാം എപ്പോഴാണ് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്നത് ആ സമയത്തൊക്കെ നമ്മളിപ്പോൾ ഒരു വേരിയബിൾ ഇൻറ്റീജർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വേരിയബിളിന് ഇൻറ്റീജറിൻ്റെ ബിഹേവിയർ മാത്രമേ കാണിക്കാൻ പറ്റും, വേറൊരു ഡാറ്റ ടൈപ്പിന് ബിഹേവിയർ കാണിക്കുന്നില്ല. ബട്ട് അതുകൊണ്ടാണ് വി സേ ഇറ്റ് ആസ് എ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ആ ഒബ്ജക്റ്റിൽ ഇമ്പോസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അതിന് പറയുന്ന കാര്യം മാത്രമേ അതിന് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ബേസിക്കലി എ ഡാറ്റ ടൈപ്പ്. നെക്സ്റ്റ് യു ഹാവ് ഇസ് എ ഡിസ്ക്രിപ്റ്റർ. ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു വേരിയബിൾസിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ കളക്ഷൻസ് ആണ്. ഇത്രയും കുറേ വേരിയബിൾസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു കളക്ഷൻ ഓഫ് ദി ആട്രിബ്യൂട്ട്സിനാണ് വി സേ ഇറ്റ് ആസ് ഡിസ്ക്രിപ്റ്റർ. അതേപോലെ തന്നെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ടൈപ്സ് തന്നെ, പ്രോഗ്രാമിംഗ് ടൈപ്സും ഉണ്ടാവും, യൂസർ ഡിഫൈൻ ചെയ്തിട്ടുള്ള ടൈപ്സും ഉണ്ടാവും. അപ്പോൾ ആ ടൈപ്സിൻ്റെ ഒക്കെ റെപ്രസെൻറ്റേഷനെയാണ് വി സേ ഇറ്റ് ആസ് ഒബ്ജക്റ്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് അപ്കമിങ് സെഷനിൽ നോക്കാൻ പോകുന്നത് ഈ ഡാറ്റ ടൈപ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പം ഏതൊക്കെയാണ് ഡാറ്റ ടൈപ്സ്, ഏതൊക്കെയാണ് അതിൽ വരുന്ന ഇഷ്യൂസ്, അതിൽ എന്തൊക്കെയാണ് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ ഈ മോഡ്യൂൾ മെയിൻലി പഠിക്കുന്നത്. സോ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇതെന്ന് പറയുന്നത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഉള്ള എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ അതിൽ തന്നെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പണ്ട് തൊട്ടേ ഉള്ളൊരു ഡാറ്റ ടൈപ്സ് ആണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. അതായത് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാനോ അതിനെ റീഅറേഞ്ച് ചെയ്യാനോ അതിന് മാറ്റം കൊടുക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് അത് വേറെ ഡാറ്റ ടൈപ്സ് പോലെ റെഫർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ചധികം അല്ലെങ്കിൽ ഡാറ്റ ടൈപ്സ് ഒക്കെ റിഫ്ലക്ഷൻസ് ഓഫ് ദി ഹാർഡ്വെയർ ആയിരിക്കും. അതായത് ഹാർഡ്വെയർ എങ്ങനെയാണ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർസിൽ എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻ ഉള്ളത്, അതിൻ്റെ ഒരു പോർഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ചില പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ്. ചിലതൊക്കെ ബാക്കി പ്രിമിറ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ ഹാർഡ്വെയർ റിഫ്ലക്റ്റ് ചെയ്യാത്തൊക്കെ നോൺ ഹാർഡ്വെയർ സപ്പോർട്ടാണ്, ദാറ്റ് ഇസ് പ്രസൻ്റ്ലി ഫോർ ദിയർ ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ അങ്ങനെയാണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സും നോട്ട് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ദേ വിൽ ബി ദ റിഫ്ലക്ഷൻസ് ഓഫ് ദി ഹാർഡ്വെയർ. അപ്പം ഫസ്റ്റ് നമുക്ക് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പായിട്ട് ഇൻറ്റീജർ നോക്കാം. ഇൻറ്റീജർ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഹാർഡ്വെയർ മാപ്പിങ്ങിന് യൂസ് ചെയ്യുമ്പം അതൊരു ട്രിവിയൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിരിക്കും. അതായത് നമുക്കിപ്പം എന്താണ് ജാവയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നമ്മൾ ഇൻറ്റീജറിന് യൂസ് ചെയ്യുമ്പം ഇൻറ്റീജർ യൂഷ്വലി മെമ്മറിയിൽ ഒരു സൈസ് എടുക്കുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഷോർട്ട്, ലോങ്, ഡബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇൻറ്റീജറിൽ തന്നെ നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താം. അപ്പം ഹെൻസ് ദേ ഹാവ് 8 ഡിഫറെൻറ്റ് ഇൻറ്റീജർ ടൈപ്സ് ഇൻ എ ലാംഗ്വേജ്. സോ അതിൻ്റെ ഇൻറ്റീജർ തന്നെ സൈൻഡ് വരാം, അൺസൈൻഡ് വരാം, അങ്ങനെയൊക്കെ വരാം. അതായത് ഓരോ ഡിഫറെൻറ്റ് ആ ഒരു ഇൻറ്റീജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന് നമ്മൾ ഡിഫറെൻറ്റ് വേരിയേഷൻസ് കൊടുക്കുകയാണ്. അപ്പം നമുക്കൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആ ഇൻറ്റീജർ വാല്യൂ ഡിക്ലെയറും ചെയ്യാം, ഡിഫൈനും ചെയ്യാം. സോ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ we have signed integer sizes as byte, short, integer and long. നെക്സ്റ്റ് ഇനി വരുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ്. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഡെസിമൽ പോലെ ഡെസിമൽ പോയിന്റ് വരുന്ന പോയിന്റ് വാല്യൂസ് ഒക്കെ വരുന്നത്, അതായത് റിയൽ നമ്പേഴ്സ്. അപ്പം അത് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള റിയൽ നമ്പേഴ്സ്. സോ അതിന് നമ്മൾ ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ എന്ന് പറയുന്ന കീവേഡ്സ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. വിത്ത് ബേസിക്കലി ഇറ്റ് ഇസ് ലാംഗ്വേജസ് ഫോർ സയൻറ്റിഫിക് യൂസ് സപ്പോർട്ട് അറ്റ് ലീസ്റ്റ് 2 ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്സ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ റെപ്രസെൻറ്റേഷൻ പോലെ കാണാം. ഈ റെപ്രസെൻറ്റേഷനിൽ വരുമ്പം ഫസ്റ്റ് യു ഹാവ് ദ ഒരു ഫിഗറാണ്. ഈ ഫിഗറിൽ ഇവിടെ എക്സ്പൊണൻ്റ് ഉണ്ട്, ഫ്രാക്ഷൻ ഉണ്ട്. അതായത് ടോട്ടൽ എക്സ്പൊണൻ്റ് ക്യാരി ചെയ്യുന്നത് 8 ബിറ്റ്സ് ആണ്, ഫ്രാക്ഷൻ ക്യാരി ചെയ്യുന്നത് 23 ബിറ്റ്സ് ആണ്. ഇവിടെ സൈൻ ബിറ്റ് എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പോണൻറ്റ് 11 ബിറ്റ്സ് ആണ്, ഫ്രാക്ഷൻ 52 ബിറ്റ്സ് ആണ്, അതുപോലെ സൈൻഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധാരണയുള്ള ഫ്ലോട്ടും ഡബിളും കാണിക്കാനുള്ള നമ്മുടെ ഫിഗർ. സോ ദിസ് ഫോളോ ദ IEEE ഫ്ലോട്ടിംഗ് പോയിന്റ് സ്റ്റാൻഡേർഡ് 754 എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമുക്ക് ഫ്ലോട്ടും ഡബിളൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഹാർഡ്വെയർ സ്പെസിഫിക് ആയിട്ടാണ്, കാരണം നമുക്കിവിടെ റെപ്രസെൻറ്റേഷനിൽ തന്നെ എക്സ്പോണൻറ്റും ഫാക്ടറും സൈൻ ബിറ്റൊക്കെ മെമ്മറി യൂസേജ് നമുക്ക് കാണിക്കുന്നുണ്ട് എത്ര ബിറ്റ്സാണ് എടുക്കുന്നത്. സോ ഇറ്റ് ഈസ് എക്സാക്ട്ലി ലൈക്ക് ദ ഹാർഡ്വെയർ, ബട്ട് എപ്പോഴും അല്ല. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു കോംപ്ലക്സ്. കോംപ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ IJ വെച്ച് നമ്മൾ എഴുതാറില്ലേ, ലൈക്ക് എക്സ്പോണൻഷ്യലും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്ലോട്ടിങ്ങിൽ പഠിച്ചു. കോംപ്ലക്സിൽ നമുക്ക് ഇമാജിനറി ആൻഡ് റിയൽ പാർട്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് വരിക. ദാറ്റ് ഇസ് 7 + 3j 7i + 3j അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടൊക്കെ വരുന്നതാണ്. സോ സം ഓഫ് ദി ലാംഗ്വേജസ് ഓൾസോ സപ്പോർട്ട് ദ കോംപ്ലക്സ് ടൈപ്പ്. അത് C99, ഫോർത്രാൻ ആൻഡ് പൈത്തൺ. ഇതാണ് കോംപ്ലക്സ് ഡാറ്റ ടൈപ്സ് സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജസ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന 2 ഫ്ലോട്ടിംഗ് വാല്യൂസ് ഉണ്ട്, അതായത് ഒന്ന് റിയൽ പാർട്ടും ഒന്ന് ഇമാജിനറി പാർട്ടും. So this is a literal form that is used in Python, 7 + 3j. Here 7 is being the real part and 3 is the imaginary part. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അതിൽ കോംപ്ലക്സ് ടൈപ്പ് വെച്ചുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വി ഹാവ് ഡെസിമൽ ടൈപ്പ്. ഡെസിമൽ ടൈപ്പ് ബേസിക്കലി നമ്മൾ ബിസിനസ് ആപ്ലിക്കേഷൻസ് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സാധാരണയുള്ള ഡെസിമൽ വാല്യൂസ് ഒക്കെ ഇപ്പം നമ്മൾ BCD കോഡഡ് ഫോം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബൈനറി കോഡഡ് ഡെസിമൽ ഫോം അതൊക്കെ. അപ്പോൾ അങ്ങനത്തെ വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. പിന്നെ ഹെക്സാഡെസിമൽ, ബൈനറി സിസ്റ്റം, പിന്നെ ഒക്ടൽ സിസ്റ്റം, അങ്ങനത്തെ ഒക്കെ സിസ്റ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാനും കൂടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്യുറസി വളരെ അധികമാണ്. പക്ഷേ കാര്യം എന്താ വെച്ചാൽ മെമ്മറി വേസ്റ്റേജും അധികമാണ്, റേഞ്ച് ലിമിറ്റേഷൻസും ഉണ്ട്. ബേസിക്കലി ദിസ് ഇസ് എസെൻഷ്യലി ഇൻ ദ COBOL പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഓൾസോ C# ആണ് ഈ ലാംഗ്വേജ്. ഈ ഹാഷ് എന്ന് നമ്മൾ വായിക്കാൻ പാടില്ല, C# എന്ന് തന്നെ വായിക്കണം. സോ C# ഓഫേഴ്സ് എ ഡെസിമൽ ഡാറ്റ ടൈപ്പ് ഓൾസോ. So these are the data types, and the next one we have is a Boolean. Boolean എന്ന് പറയുന്നത് ഒറ്റ വേരിയബിൾ മാത്രം ഇനീഷ്യലൈസ്ഡ് ആണ്, ദാറ്റ് ഇസ് 1 or 0 അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ അതിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ടു എലിമെൻറ്റ്സ്, അതായത് അറ്റ് എ ടൈം അതിന് 1 വാല്യൂ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ഒന്നീ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 2 എലിമെൻറ്റ്സ് ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ബിറ്റ്സ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ബൈറ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ റീഡബിലിറ്റി അധികമാണ്. ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ഇസ് വെരി മച്ച് റീഡബിൾ. നെക്സ്റ്റ് വി ഹാവ് ക്യാരക്ടർ. ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പോലെ ഒരു സിംഗിൾ ക്യാരക്ടർ A അല്ലെങ്കിൽ സിംഗിൾ ക്യാരക്ടർ B അത് വെച്ചിട്ട് തന്നെ നമുക്ക് സ്ട്രിങ്സും ആക്കാം. സോ ദേ ആർ ബേസിക്കലി സ്റ്റോർഡ് ആസ് ന്യൂമറിക് കോഡിങ്. അതുപോലെ തന്നെ അത് സ്റ്റോറി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ASCII എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ടാണ്. ASCII മീൻസ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്, അതാണ് ASCIIയുടെ ഫുൾ ഫോം. സോ അതനുസരിച്ച് നമുക്ക് ആ ഒരു ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ ക്യാരക്ടർ എന്ന് പറയുന്ന കാര്യം സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഇപ്പം A B എന്നൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പം Aന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റം ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുക. സോ ദാറ്റ് ഈസ് 16-bit കോഡിങ്. അപ്പോൾ അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് നാച്ചുറൽ ലാംഗ്വേജിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ ജാവയിലാണ് അത് ഒറിജിനലി യൂസ് ചെയ്യുന്നത്. ദെൻ C# ജാവാസ്ക്രിപ്റ്റും ഈ യൂണിക്കോഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ദെൻ യു ഹാവ് ദ 32-bit യൂണിക്കോഡ് ദാറ്റ് ഇസ് സപ്പോർട്ടഡ് ഇൻ ഫോർട്രാൻ ലാംഗ്വേജ്. അത് 2003 തുടങ്ങിയിട്ടുള്ളത്. ഇത് ക്യാരക്ടർ എങ്ങനെയാണ് നമ്മൾ ASCII വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ബിറ്റ് കോഡിങ്ങിൽ പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ക്യാരക്ടർ സ്ട്രിങ് ടൈപ്സ്. അതായത് ഒന്നിൽ കൂടുതൽ ക്യാരക്ടർ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇറ്റ് കംസ് ഔട്ട് വിത്ത് എ സ്ട്രിങ്. അപ്പോൾ അതിൽ നമ്മുടെ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഒരുമിച്ച് നമ്മൾ എഴുതുമ്പോഴാണ് അതിന് സ്ട്രിങ് എന്ന് പറയുക. അപ്പോൾ അതിൽ ബേസിക് ആയിട്ട് വരുന്ന ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്കത് പ്രിമിറ്റീവ് ടൈപ്പ് ആണ്. അതുകൊണ്ട് അതുമാത്രമല്ല അത് നമ്മൾ ഒരു സ്ട്രിങ് പോലെ കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു അറേ പോലെ റിലേറ്റ് ആവുമെന്നും പറയുന്നുണ്ട്. അപ്പം ഫസ്റ്റ് അറേ എന്താ നിങ്ങൾക്ക് ഒരു റെഫറൻസ് പോലെ. അറേ എന്ന് പറയുന്നത് നമുക്ക് സെയിം ഡാറ്റ ടൈപ്പ് ഫോളോ ചെയ്യുന്ന കുറേ എലമെൻറ്റ്സ് നമുക്ക് ഒരു പർട്ടിക്കുലർ ഡാറ്റ ടൈപ്പ് വെച്ച് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. അതാണ് അറേ എന്ന് പറയുന്നത്. അറേ ടേക്സ് കണ്ടിന്യൂസ് ലൊക്കേഷൻസ്. അതുപോലെ തന്നെ നമുക്കൊരു ഇൻറ്റീജർ അറേ ആണെങ്കിൽ ഇൻറ്റീജർ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേ ഇൻറ്റീജർ എലമെൻറ്റ്സ് നമുക്കൊരു അറേ സ്റ്റോർ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ ക്യാരക്ടർ എന്ന് പറയുന്നത് ഓരോ സിംഗിൾ ക്യാരക്ടർ കമ്പൈൻ ചെയ്യുമ്പോഴായിരിക്കും ഒരു സ്ട്രിങ് ആവുന്നത്. സോ അത് പ്രിമിറ്റീവ് ടൈപ്പ് ആണോ അതല്ലെങ്കിൽ ഒരു അറേ പോലത്തെ ആണോ, അങ്ങനത്തെയൊക്കെയാണ് ഇതിൽ വരുന്ന ഇഷ്യൂസ്. അതുപോലെ തന്നെ അതിൽ ലെങ്ത് നമുക്ക് സ്റ്റാറ്റിക്കോ ഡൈനാമിക് ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ കമ്പൈൽ ടൈം ഫോക്കസ് ചെയ്യും, ഡൈനാമിക് എന്ന് പറയുമ്പം എക്സിക്യൂഷൻ ടൈമും ഫോക്കസ് ചെയ്യും. അപ്പോൾ ഈ 2 ഡിസൈൻ ഇഷ്യൂസും എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതും കൂടി നമുക്ക് അടുത്തതിൽ നോക്കാം. ഓക്കെ, ദെൻ വി ഹാവ് ക്യാരക്ടർ സ്ട്രിങ് ടൈപ്പ് ഓപ്പറേഷൻസ്. അതിൽ വരുന്ന ഓപ്പറേഷൻസ് ആണ് ഒന്ന് അസൈൻമെൻറ്റ് ആൻഡ് കോപ്പിങ്. അതായത് 2 സ്ട്രിങ് നമുക്ക് ഒരേപോലെ അസൈൻ ചെയ്യാം.
സെയിം സ്ട്രിങ്സ് ആണെങ്കിൽ വി ക്യാൻ അസൈൻ ദം. കമ്പാരിസൺ എന്ന് പറയുന്നത് ഇപ്പം ചെറിയൊരു 3 ലെറ്ററുള്ള ഒരു സ്ട്രിങ്ങും ഒരു 10 ലെറ്ററുള്ള സ്ട്രിങ്ങും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ആൻസേഴ്സ്. ദെൻ കാറ്റിനേഷൻ എന്നും പറയും. അതായത് ഒരു സ്ട്രിങ്ങിൻ്റെ ഏറ്റവും എൻഡിൽ വേറൊരു സ്ട്രിങ് അപ്പെൻഡ് ചെയ്യുക, ദാറ്റ് ഇസ് കൺകാറ്റിനേഷൻ. സബ്സ്ട്രിങ് കണ്ടുപിടിക്കുക, പാറ്റേൺ മാച്ചിങ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വരുന്നത്. സബ്സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്ട്രിങ്ങിൽ ഒരു ചെറിയ പോർഷൻ മാത്രം സബായിട്ട് എടുക്കും, ദാറ്റ് ഇസ് സബ്സ്ട്രിങ്. പാറ്റേൺ മാച്ചിങ് എന്ന് പറഞ്ഞാൽ സെയിം ആണോ പാലൻഡ്രോം പോലെയൊക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെയാണ്. ദീസ് ആർ ദ ഓപ്പറേഷൻസ് ബീയിങ് ഫോക്കസ്ഡ് ഇൻ ക്യാരക്ടർ സ്ട്രിങ് ടൈപ്പ്. ഇനി അത് ഓരോ ലാംഗ്വേജസിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ലാംഗ്വേജ് C++. അപ്പോൾ അതിൽ ക്യാരക്ടർ സ്ട്രിങ് ടൈപ്പ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് അല്ല, നമുക്ക് ക്യാരക്ടർ അറേസ് തന്നെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ലൈബ്രറി ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്നോബോൾ 4. ഇതൊരു സ്ട്രിങ് മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജാണ്. സ്ട്രിങ്ങിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ട്രിങ് ഓപ്പറേഷൻസ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജും കൂടിയാണ് സ്നോബോൾ. സോ അതിൽ ക്യാരക്ടർ അറേ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആണ്. അതുപോലെ തന്നെ കുറേ ഓപ്പറേഷൻസും നമുക്ക് പാറ്റേൺ മാച്ചിങ് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സ്നോബോൾ ലാംഗ്വേജിൽ ചെയ്യാം. തേർഡ് ലാംഗ്വേജ് യു ഹാവ് ഇസ് എ ഫോർട്രാൻ ആൻഡ് പൈത്തൺ. ഇതിലും ക്യാരക്ടർ സ്ട്രിങ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് തന്നെയാണ്. അതുപോലെ തന്നെ അസൈൻമെൻറ്റും ബാക്കി വരുന്ന സെവറൽ ഓപ്പറേഷൻസിലെ കാര്യങ്ങളും പ്രിമിറ്റീവ് ആണ്. ദെൻ ഇൻ ജാവയിൽ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ക്ലാസ് യൂസ് ചെയ്താൽ യു ഹാവ് പ്രിമിറ്റീവ്. ക്ലാസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, കുറേ കളക്ഷൻസ് ഓഫ് ഒബ്ജക്റ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ആപ്പിൾ, ഓറഞ്ച്, മാംഗോ, ഇതൊക്കെ ദീസ് ആർ ദ ഒബ്ജക്ട്സ് ആൻഡ് ദേ കംസ് അണ്ടർ ദ ക്ലാസ് ഓഫ് ഫ്രൂട്ട്സ്. സോ അങ്ങനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുക. കുറേ ഒബ്ജക്ട്സിനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നിട്ട് ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് എൻറ്റിറ്റീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനാണ് വി സേ ഇറ്റ് ആസ് ക്ലാസ്. സോ ഈ സ്ട്രിങ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്താണ് നമ്മുടെ ഈ ക്യാരക്ടർ സ്ട്രിങ് ടൈപ്പ് ആയിട്ടുള്ള പ്രിമിറ്റീവായിട്ട് ജാവയിൽ വരുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് യു ഹാവ് പേൾ, ജാവാസ്ക്രിപ്റ്റ്, റൂബി ആൻഡ് PHP. ഇത്രയും ലാംഗ്വേജസിൽ പാറ്റേൺ മാച്ചിങ് ബിൽറ്റ് ഇൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റെഗുലർ എക്സ്പ്രഷൻസും ഫോക്കസ് ചെയ്യാനുള്ളത്. സാധാരണ എക്സ്പ്രഷൻസ് അത് ട്യൂറിംഗ് മെഷീൻ അല്ലെങ്കിൽ അതൊക്കെ കുറച്ചുകൂടി ഹൈ ലെവലായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പാറ്റേൺ മാച്ചിങ് റെഗുലർ എക്സ്പ്രഷൻസ് ഒക്കെ അതൊക്കെ കമ്പ്യൂട്ടേഷൻ ലെവലിൽ വരുന്നതാണ്. അത്രയും നിങ്ങൾക്ക് അറിയണ്ട. നിങ്ങൾ പാറ്റേൺ മാച്ചിങ് റെഗുലർ എക്സ്പ്രഷൻസ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മതി ഇൻ ദീസ് ലാംഗ്വേജസ്. നെക്സ്റ്റ് വി ഹാവ് ദ ലെങ്ത് ഓപ്ഷൻ. ഇനി ലെങ്ത് കണ്ടുപിടിക്കാൻ. ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ യൂസറിൻ്റെ അടുത്ത് നിന്ന് ലെങ്ത് റീഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണെന്ന് അറിയുന്നത്. അതുമാത്രമല്ല നമ്മൾ അറ്റ് ദ ടൈം ഓഫ് ഇനീഷ്യലൈസേഷൻ തന്നെ ചിലപ്പോൾ പ്രോഗ്രാം എഴുതുമ്പോൾ തന്നെ നമ്മൾ സ്ട്രിങ് കൊടുത്തിട്ടുണ്ടാവും. അതല്ല ഡൈനാമിക്കലി എക്സിക്യൂട്ട് ചെയ്യുമ്പോഴായിരിക്കും യൂസറിൻ്റെ അടുത്ത് സ്ട്രിങ് വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ 2 കേസ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് ലിമിറ്റഡ് ഡൈനാമിക് ലെങ്ത്, സെക്കൻഡ് വൺ ഇസ് ഡൈനാമിക്. അപ്പം ലിമിറ്റഡും ഡൈനാമിക്കും പിന്നെ സ്റ്റാറ്റിക് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറയുമ്പം ഓൾറെഡി നമ്മൾ പ്രോഗ്രാമിൽ സ്ട്രിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ റൺ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് എത്ര സൈസ് വേണമെന്നെല്ലാം പ്രീ ഡിഫൈൻഡ് ആയിട്ട് കമ്പൈലറിന് മനസ്സിലാക്കാം. സോ സ്റ്റാറ്റിക് ഓപ്ഷൻ ഫോളോ ചെയ്യുന്നത് കൊബാൾ, ജാവ അതിൻ്റെ സ്ട്രിങ് ക്ലാസ്സിലാണ്. ദെൻ ലിമിറ്റഡ് ഡൈനാമിക് ലെങ്ത് എന്ന് പറയുന്നത് C ആൻഡ് C++. അപ്പോൾ ഈ ലാംഗ്വേജസിൽ നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. കാരണം നമുക്ക് സ്ട്രിങ്ങിൻ്റെ എൻഡ് മനസ്സിലാക്കാൻ നമ്മൾ /0 എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ സ്ട്രിങ്ങിൻ്റെ എൻഡിൽ യൂസ് ചെയ്യണം. നമ്മൾ യൂസ് ചെയ്യേണ്ട, നമ്മളൊരു സ്ട്രിങ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് തനിയെ ഏറ്റവും അവസാനം മെമ്മറിയിൽ കൊണ്ടുപോയി സേവ് ചെയ്തോളും. സോ അങ്ങനെ നമുക്ക് അതിൻ്റെ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം അത് ലെങ്ത് ലിമിറ്റ് ചെയ്യാനാണ് നമ്മൾ എൻഡ് ലിമിറ്റർ വെക്കുന്നത്. സോ ദാറ്റ് ഇസ് ലിമിറ്റഡ് ഡൈനാമിക് ലെങ്ത് ഇൻ C ആൻഡ് C++. നെക്സ്റ്റ് യു ഹാവ് ഡൈനാമിക്. ഡൈനാമിക് എന്ന് പറയുന്നത് മാക്സിമം ലിമിറ്റ് ഇല്ല. അത് ഫോളോ ചെയ്യുന്ന ലാംഗ്വേജ് ആണ് സ്നോബോളും, പേളും, ജാവാസ്ക്രിപ്റ്റും. അത് എക്സിക്യൂഷൻ ടൈമിലാണ് സൈസ് അങ്ങനെ എടുക്കും. പിന്നെ അട എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഈ 3 സ്ട്രിങ് ലെങ്ത് ഓപ്പറേഷൻസ് സപ്പോർട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് സ്ട്രിങ് ലെങ്ത് ഓപ്ഷൻസ്. നെക്സ്റ്റ് യു ഹാവ് ദ സ്ട്രിങ്ങിൻ്റെ ടൈപ്പ് ഇവാലുവേഷൻ. ടൈപ്പ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണോ ഡൈനാമിക് ആണോ അങ്ങനെയൊക്കെ അത് നമുക്ക് എത്രത്തോളം റീഡബിൾ ആൻഡ് റൈറ്റബിൾ ആണെന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഈ ഇവാലുവേഷൻ കൊണ്ട് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു കുറേ വലിയ പ്രോഗ്രാം എഴുതിയിട്ട് ആ പ്രോഗ്രാമിൽ സ്ട്രിങ്സിൻ്റെ ലെങ്ത് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ വരുന്ന ഡിസൈൻ ഇഷ്യൂസാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ വെൻ വി ആർ യൂസിങ് എ പ്രിമിറ്റീവ് ടൈപ്പ് ആൻഡ് ദറ്റ് ഈസ് ഹാവിങ് എ സ്റ്റാറ്റിക് ലെങ്ത്, അത് നമുക്ക് വെരി മച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമല്ല, നമുക്ക് ഇൻഎക്സ്പെൻസീവ് ആണ്. ബട്ട് അതേസമയം നമ്മളത് യൂസ് ചെയ്യുന്നുമില്ല. കാരണം നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഡൈനാമിക് ആയിട്ട് സ്ട്രിങ്സ് കൊടുക്കേണ്ടി വരും. നമുക്ക് എപ്പോഴും പ്രോഗ്രാമിൽ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യാത്തത്. നെക്സ്റ്റ് ഇസ് ഹാവ് ഡൈനാമിക് ലെങ്ത് ഇസ് നൈസ് ബട്ട് ഇറ്റ് ഈസ് വർത്ത് ദ എക്സ്പെൻസീവ്. അതായത് റൺ ടൈമിൽ തന്നെ നമ്മൾ സ്ട്രിങ് യൂസർ ഇൻപുട്ട് കൊടുക്കുന്നു, ബട്ട് ആ സമയത്ത് അത് എക്സ്പെൻസീവും ആണ്. അപ്പോൾ അങ്ങനെയാണ് 2 കാര്യങ്ങളും വരുന്നത്. ഒരു ടൈം നമുക്ക് സ്റ്റാറ്റിക് കേസ് യൂസ് ചെയ്യാൻ പറ്റില്ല, സെക്കൻഡ് ഡൈനാമിക്കിലാണെങ്കിൽ നമുക്ക് എക്സ്പെൻസീവും ആണ്. അപ്പോൾ അങ്ങനെ 2 സിനാരിയോസിലും നമുക്ക് ടൈപ്പിൻ്റെ ഇവാലുവേഷൻ നടത്താം.
സോ വി ഗോ ഫോർ ഇംപ്ലിമെൻറ്റേഷൻ. നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റേഷനിലാണ് പോകുന്നത്. ഇംപ്ലിമെൻറ്റേഷനിൽ സ്റ്റാറ്റിക് സമയത്ത്, അതായത് കമ്പൈൽ ടൈം ചെയ്യുന്ന സമയത്ത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കമ്പൈൽ ടൈം ഡിസ്ക്രിപ്റ്ററായിട്ട് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും. നെക്സ്റ്റ് ലിമിറ്റഡ് ഡൈനാമിക് ലെങ്ത്ത് സമയത്ത് റൺ ടൈം ഡിസ്ക്രിപ്റ്ററാണ് ഈ ലെങ്ത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ഡൈനാമിക് ലെങ്ത്ത് ഫൈൻഡിങ് ഔട്ട് കാര്യം സിയിലും C++ലും ഒബ്റ്റൈൻഡ് അല്ല, നമുക്ക് ബാക്കി എല്ലാ ലാംഗ്വേജസിലുണ്ട്. അതായത് നമുക്ക് റൺ ടൈം ചെയ്യുമ്പോൾ തന്നെ റൺ ടൈം ഡിസ്ക്രിപ്റ്റർ ഉണ്ട്. ഇറ്റ് ഫൈൻഡ്സ് ദ ലെങ്ത്, ദാറ്റ് ഇസ് എ ഡൈനാമിക് ലെങ്ത് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സ്ട്രിങ്. അത് ലിമിറ്റഡ് കേസിൽ. ഇനി വെറും ഫുള്ളി ഡൈനാമിക് ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം ലിമിറ്റ് ഒന്നുമില്ല. സോ ആ സമയത്ത് റൺ ടൈം ഡിസ്ക്രിപ്റ്റർ റൺ ചെയ്യും. ആ റൺ ടൈം ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുന്നത് എലൊക്കേഷനും ഡി അലൊക്കേഷനും ഒക്കെ ചെയ്യും. സോ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ സ്ട്രിങ്ങിൻ്റെ സൈസ് ലെങ്ത് കൂട്ടാം. സോ ഹെൻസ് ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ പ്രോബ്ലം. ബാക്കി രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഡൈനാമിക് ലെങ്ത് അലോക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡി അലോക്കേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഇംപ്ലിമെൻറ്റേഷൻ പ്രോബ്ലം ഇൻ റിലേറ്റീവ് വിത്ത് ക്യാരക്ടർ സ്ട്രിങ് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, സോ ഇനി നമുക്ക് ഇത് തന്നെ കമ്പൈൽ, അതായത് സ്റ്റാറ്റിക് സമയത്തും ഡൈനാമിസിറ്റി പ്രോപ്പർട്ടി, ഈ രണ്ട് പ്രോപ്പർട്ടിയും കൊടുക്കുന്നതാണല്ലോ കമ്പൈൽ ആൻഡ് റൺ ടൈം ഡിസ്ക്രിപ്റ്റേഴ്സ്. സോ ആ സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഇത് അലോക്കേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കമ്പൈൽ ടൈം ഡിസ്ക്രിപ്റ്റേഴ്സിൽ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ട്രിങ് എന്താണെന്നുണ്ട്, ലെങ്ത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും, അഡ്രസ്സും ഉണ്ട്. ബട്ട് റൺ ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രിങ്ങിൻ്റെ മാക്സിമം ലെങ്ത്ത്, ഒരു സ്ട്രിങ്ങിന് എത്ര മാക്സിമം ലെങ്ത്ത് വരെ പോകാന്നുള്ള രീതി, അതിന് മാക്സിമം ഇല്ല ഡൈനാമിസിറ്റിയിൽ, ബട്ട് സ്റ്റിൽ ഒരു മാക്സിമം ലെങ്ത് അവിടെ കൊടുക്കുകയാണ്. അത് ആ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. യൂഷ്വലി അതിന് മാക്സിമം ഇല്ല എന്നാണ് പറയാറ്. ദെൻ കറണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സ്ട്രിങ്ങിൻ്റെ എത്രയാണ്, പിന്നെ ഡൈനാമിക് സ്ട്രിങ് ഏതാണ്, പിന്നെ അഡ്രസ്സ് എന്താണ്. സോ ഇതിന് രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ലെങ്ത്തിൽ വരുന്ന വേരിയേഷൻസ് ആണ്. അതായത് മാക്സിമം ലെങ്ത്തും കറണ്ട് ലെങ്ത്തും, ആ ലെങ്ത്ത് തമ്മിലുള്ള കമ്പാരിസൺ ഉണ്ട്. നമ്മുടെ സ്റ്റാറ്റിക് സ്ട്രിങ്ങും ലിമിറ്റഡ് ഡൈനാമിക് സ്ട്രിങ്ങും തമ്മിലുള്ള കമ്പാരിസൺസും ഉണ്ട്. ഇവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡൈനാമിക് സ്ട്രിങ് ആണ്, അതുകൊണ്ടാണ് മാക്സിമം. ഇനി വെറും ഡൈനാമിക് സ്ട്രിങ് ആണെങ്കിൽ നമുക്ക് മാക്സിമം ഇല്ല, ലിമിറ്റഡ് ആയതുകൊണ്ടാണ് മാക്സിമം. അത് നോക്കാം. എന്നിട്ട് ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ഇവിടെ നമുക്ക് 3 pieces ആണുള്ളത്, ഇവിടെ 4 pieces ആണുള്ളത്. അതായത് ആ എക്സ്ട്രാ അവിടെ ലെങ്ത്തിൻ്റെ കമ്പാരിസൺസ് കൂടിയാണ് വരുന്നത്. സോ ദിസ് ഇസ് ദ കമ്പൈൽ ടൈം ഡിസ്ക്രിപ്റ്റർ ആൻഡ് ഓൾസോ ദ റൺ ടൈം ഡിസ്ക്രിപ്റ്റർ ഫോർ ലിമിറ്റഡ്. പിന്നെ അപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റാറ്റിക് എന്ന് പറയുന്നത് കമ്പൈൽ ടൈമിൽ നടക്കുന്ന ഓപ്പറേഷൻ ആണ്. ദെൻ ഡൈനാമിക് എന്ന് പറയുമ്പോൾ റൺ ടൈമിൽ നടക്കുന്ന ഓപ്പറേഷൻസ് ആണ്. സോ അത് രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്. സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ യൂസർ ഡിഫൈൻഡ് ഓർഡിനൽ ടൈപ്പ്. ഒരു ഓർഡിനൽ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു കുറച്ച് പോസിബിൾ വാല്യൂസിൻ്റെ റേഞ്ച് കൊടുക്കും. അത് നമുക്ക് നമ്മുടെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് നോൺ ആസ് ഓർഡിനൽ ടൈപ്പ്. അതായത് യൂഷ്വലി ഇറ്റ് ഫോളോസ് ദ ഓർ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിന് റേഞ്ച് വാല്യൂ ഫോളോ ചെയ്യുന്നതാണ് ഓർഡിനൽ ടൈപ്പ്. അപ്പോൾ നമുക്ക് പ്രിമിറ്റീവ് ആയിട്ട് വരുന്ന ഓർഡിനൽ ടൈപ്സ് ഇൻ ജാവ എന്ന് പറയുന്നത് ഇൻറ്റീജർ, ക്യാരക്ടർ, ബൂളിയൻ. ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നമ്പർ വാല്യൂസ്, പോസിറ്റീവ് ഇൻറ്റീജർ, നെഗറ്റീവ് ഇൻറ്റീജർ. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു ബൈറ്റ് കൺസിഡർ ചെയ്യുന്ന ABC അങ്ങനത്തെ ക്യാരക്ടേഴ്സ്. ബൂളിയൻ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ 1 or 0. അപ്പോൾ ഇതാണ് പ്രിമിറ്റീവ് ഓർഡിനൽ ടൈപ്സ് ദാറ്റ് ഇസ് ഫോളോഡ് ഇൻ ജാവ. സോ നെക്സ്റ്റ് വി ഹാവ് ദ എന്യൂമറേഷൻ ടൈപ്പ്. എന്യൂമറേഷൻ ടൈപ്പ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആയിട്ടുള്ള ടൈപ്പ് അല്ല, അതിൽ നിന്നും ബേസിക് ആയിട്ട് കുറച്ച് ചേഞ്ച് വരുന്ന ഒരു ടൈപ്പാണ്. സോ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ എല്ലാ പോസിബിൾ വാല്യൂസും അതിലുള്ള കോൺസ്റ്റൻസും അതൊക്കെ നമുക്ക് തന്നെ ഡിഫൈൻ ചെയ്യാം. സോ ഇവിടെ C# വരുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്യൂമറേഷൻ ടൈപ്പ് ഇസ് ഡിക്ലെയർഡ് യൂസിങ് ദ enum കീവേഡ്. സോ enum ഉണ്ട്, ഡേയ്സ് ഉണ്ട്, ഹിയർ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഉണ്ട്. അപ്പം ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കാം. ഹിയർ മൺഡേ വിൽ ബി ടേക്കിംഗ് 0th വാല്യൂ, ട്യൂസ്ഡേ 1st വാല്യൂ, വെനസ്ഡേ 2nd വാല്യൂ. അങ്ങനെ വാല്യൂസ് ഒക്കെ അസൈൻ ചെയ്യും. അത് നമ്മൾ എന്യൂമറേഷൻ ടൈപ്പ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫോൾട്ടായിട്ട് വാല്യൂസ് അസൈൻ ചെയ്യുന്നതാണ്. ഇനി ഇതിൽ വരുന്ന ഒരു ഡിസൈൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്യൂമറേഷൻ കോൺസ്റ്റൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഇത്രയും നമ്മൾ എന്യൂമറേഷൻ, ഈ ഡേയ്സ് എന്ന് പറയുന്നത് കമ്മിങ് അണ്ടർ എന്യൂമറേഷൻ ടൈപ്പാണ്. സോ ഇതിൽ വരുമ്പം ഇത് എങ്ങനെയാണ് നമുക്കിതിനെ ടൈപ്പ് ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഇത് നമുക്ക് ഇനി ചേഞ്ചസ് വരുത്താൻ പറ്റുമോ, അതല്ലെങ്കിൽ ഇതിൽ വരുന്ന കോൺസ്റ്റൻ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തോ, അങ്ങനത്തെ ഡിസൈൻ ഇഷ്യൂസാണ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് വണ്ണ് വരുന്നത് ഇത് ഇൻറ്റീജർ വാല്യൂ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ. തേർഡ് വൺ എന്ന് പറയുന്നത് എന്യൂമറേഷൻ ടൈപ്പ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ടൈപ്പായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ. അതേ നമുക്ക് ഇവിടെ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് വരുമ്പോൾ ഇവിടെ ഇൻറ്റീജർ വാല്യൂസ് ആണ് വരുന്നത്. മൺഡേക്ക് 0, ട്യൂസ്ഡേക്ക് 1, അങ്ങനെ വാല്യൂസ് വരുമ്പോൾ നമുക്ക് അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഡിനൽ ടൈപ്സിന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മുടെ ഇവിടുത്തെ ഡിസൈൻ ഇഷ്യൂസ്. സോ അതിൻ്റെ ഇവാലുവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് റീഡബിൾ ആണ്. ലൈക്ക് നമ്മളിപ്പോൾ നേരത്തെ എക്സാമ്പിൾ കണ്ട പോലെ ഓരോ
ഡേയ്സിന് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും, റീഡബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു കളർ കോഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഓരോ നമ്പറിനും ഓരോ കളർ കോഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്താൽ മതി. ദെൻ റിലയബിലിറ്റി എന്ന് പറയുന്നത് കമ്പൈലറിന് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. ഓപ്പറേഷൻസ് ഒക്കെ അലൗ ചെയ്യുന്നതാണ്, ബട്ട് കളർ എന്താ കൊടുക്കുന്നത് അത് അലൗ ചെയ്യില്ല, ബാക്കി ഓപ്പറേഷൻസ് ഒക്കെ അലൗ ചെയ്യും. അതുപോലെ തന്നെ എന്യൂമറേഷൻ വേരിയബിൾ നമുക്ക് അസൈൻ ചെയ്യേണ്ടതില്ല, അത് ഡിഫൈൻ ആയിട്ടുള്ള റേഞ്ചിൻ്റെ അകത്ത് തന്നെ അത് സ്വയം അസൈൻ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു 1-2 വേരിയബിൾ നമുക്ക് അസൈൻ ചെയ്ത് കൊടുത്താൽ അത് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയിക്കോളും. ഓക്കെ, ഇനി അഡ, C#, ജാവ ഈ പ്രോഗ്രാമിങ്ങിലൊക്കെ എന്യൂമറേഷൻ ഇസ് ബെസ്റ്റ് സപ്പോർട്ടിങ്, and whereas in C++ it follows because enumeration type variable in these language are not coerced with integer type. അപ്പം C++ലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എന്യൂമറേഷൻ ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഇൻറ്റീജർ ആയിട്ടുള്ള അസോസിയേഷൻ ഇല്ല. ബാക്കി അഡ, C# ആൻഡ് ജാവ 5.0 നമുക്കിത് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആണ്, എന്യൂമറേറ്റഡ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യും. അതെന്തുകൊണ്ടാണ് ഇൻറ്റീജർ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ഈനം എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുമ്പം ഈ ഒരു ഡാറ്റ ടൈപ്പിൻ്റെ അകത്ത് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇൻറ്റീജർ ഡാറ്റ വാല്യൂസ് ആണ് കൊടുക്കുക. സോ C++ൽ നമുക്ക് എന്യൂമറേഷൻ ഡാറ്റ അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമുക്ക് എന്യൂമറേഷൻ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം, ബിക്കോസ് the values which is being described using the keyword enum should be associated with the integers. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇൻറ്റീജർ അസൈൻമെൻറ്റ് കൊടുക്കണം, അത് C++ൽ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്യൂമറേഷൻ ഡാറ്റ ടൈപ്പ് C++ൽ കൊടുക്കാൻ പറ്റില്ല പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് സബ്റേഞ്ച് ടൈപ്പ്. സബ്റേഞ്ച് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓർഡിനൽ ടൈപ്പാണ്. അതിൻ്റെ ഓർഡേർഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് സബ്സിക്വൻസ് ആണ് നമ്മൾ ഓർഡിനൽ ടൈപ്പ് എന്ന് പറയുന്നത്. വി ഹാവ് ദ എക്സാമ്പിൾ 12 to 18. ദിസ് ഇസ് എ സബ് റേഞ്ച് ഓഫ് ഇൻറ്റീജർ ടൈപ്പ്. അപ്പം ഈ 12 തൊട്ട് 18 എന്ന് പറയുന്നത് ഹോൾ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൻ്റെ അകത്ത് വരുന്ന ചെറിയൊരു റേഞ്ചാണ്. സോ ഹെൻസ് വി കോൾ ഇറ്റ് എ സബ് റേഞ്ച് ടൈപ്പ്. ഇതിൽ വരുന്ന അഡ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസൈൻ നിങ്ങൾക്ക് കാണാം. ഹിയർ ദ ഡേയ്സ് ഹാവ് ബീൻ ഡിക്ലെയർഡ് ആസ് മൺഡേ, ട്യൂസ്ഡേ, അങ്ങനെ സൺഡേ വരെ ഡേയ്സ് ഉണ്ട്. സോ അതിൽ വരുന്ന നമുക്ക് സബ് ടൈപ്പായിട്ട് വീക്ക് ഡേയ്സ് എന്ന് പറയുന്നുണ്ട്. ഈ വീക്ക് ഡേയ്സ് എന്ന് പറയുന്നത് മൺഡേ തൊട്ട് ഫ്രൈഡേ ആണ്. അതുപോലെ തന്നെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 to 100. അപ്പോൾ ഇങ്ങനെ നമ്മൾ വാല്യൂസ് ഇതിന് അസൈൻ ചെയ്ത് കൊടുക്കണം. സോ നമുക്കിവിടെ ഡേ 1 എന്ന് പറയുന്നത് ഡേയ്സ് ആവും, ഡേ 2 എന്ന് പറയുന്നത് വീക്ക് ഡേ ആവും, എന്നിട്ട് ഡേ 2, ഡേ 1 എന്ന് പറയുമ്പം ഓരോ വീക്ക് ഡേയ്സും ഓരോ ഡേ ആയിട്ട് അസൈൻ ചെയ്യണം. അതായത് മൺഡേ ടു ഫ്രൈഡേ നമ്മൾ എന്നിട്ട് ഈ റേഞ്ച് ഓഫ് വാല്യൂസ് കൊടുത്തിട്ടാണ് അതിൻ്റെ ഇൻഡെക്സ് കോൾ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഡിസൈൻ ഇൻ അഡ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു ദ സബ്റേഞ്ച് ഇവാലുവേഷൻ. സബ്റേഞ്ച് ഇവാലുവേഷൻ എന്ന് പറയുമ്പം റീഡബിലിറ്റി, റിലയബിലിറ്റി ആണ് എല്ലാ ഡാറ്റ ടൈപ്സിലും മെയിനായിട്ട് വരുന്നത്. റീഡബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സബ്റേഞ്ച് കൊടുക്കുമ്പോൾ റീഡേഴ്സിന് അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അത് കാരണം അത് സർട്ടൻ റേഞ്ച് ഓഫ് വാല്യൂസിൽ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഹെൻസ് ഇറ്റ് ഇസ് റീഡബിൾ. റിലയബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റും, സബ്റേഞ്ച് വേരിയബിളിലേക്ക് നമുക്കിത് അസൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്പെസിഫൈഡ് റേഞ്ചിൽ അകത്തെ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും, അതിന് പുറമേ ആണെങ്കിൽ അത് എറർ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ ഇവാലുവേഷൻ ക്രൈറ്റീരിയ, റീഡബിലിറ്റി ആൻഡ് റിലയബിലിറ്റി. ആൻഡ് ദെൻ വി ഹാവ് ദ ഇംപ്ലിമെൻറ്റേഷൻ. ഇവരുടെ തന്നെ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓർഡിനൽ ടൈപ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. സോ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓർഡിനൽ ടൈപ്സ് നമ്മളിപ്പോൾ എന്യൂമറേഷൻ ആൻഡ് സബ്റേഞ്ച് ടൈപ്പ് 2 എണ്ണം പഠിച്ചു, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. എന്യൂമറേഷൻ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പോലെ ഇൻറ്റീജറായിട്ട് അസോസിയേറ്റഡ് ആണ്, സോ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ആസ് ഇൻറ്റീജർ. സബ്റേഞ്ച് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജറിൻ്റെ ഒരു സബ്ബാണ്. സോ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ലൈക്ക് ദ പാരന്റ് ടൈപ്പ് വിത്ത് കോഡ് ഇൻസേർട്ടഡ് ബൈ ദ കമ്പൈലർ സോ ദാറ്റ് വി ക്യാൻ റെസ്ട്രിക്ട് ദ അസൈൻമെൻറ്റ്സ് ടു സബ്റേഞ്ച് വേരിയബിൾ. അപ്പം കമ്പൈലർ തന്നെ കോഡ് ഇൻസേർട്ട് ചെയ്തിട്ട് പാരന്റ് ടൈപ്പിന് ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് സബ്റേഞ്ച് ടൈപ്പ് എന്ന് പറയുന്നത്. സോ അതനുസരിച്ച് നമുക്ക് അസൈൻമെൻറ്റ്സും അതിൻ്റെ വേരിയബിൾസ് എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യാം. സോ ഇത്രയാണ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. എല്ലാ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സും അതിൽ വരുന്ന യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സും പിന്നെ ഓർഡിനൽ ടൈപ്സ് ആയിട്ട് എന്യൂമറേറ്റഡ് ആൻഡ് സബ്റേഞ്ച് നമ്മൾ പഠിച്ചു. So this is the first section of module 1. Thus we come to the end of this section. Thank you.